MiG-21 വ്യോമസേനയിൽ നിന്ന് വിരമിക്കുകയാണ്. നമ്മളോടൊപ്പം അതിഥികൾ കൂടി ചേരുന്നുണ്ട്. പ്രതിരോധ വിദഗ്ധനായ കേണൽ എസ് ഡിന്നി ചേരുകയാണ്. ശ്രീ ഡിന്നി, 1963 ഭാരത വ്യോമസേനയുടെ ഭാഗമാകുന്നു. തുടർന്ന് 1971 ഇൻഡോ പാക് വാർ മുതൽ ബലാക്കോട്ട് എയർ സ്ട്രൈക്ക് വരെ നിർണായക പങ്ക് വഹിക്കുന്നു. MiG-21 ഇന്ന് വിരമിക്കൽ ദിനത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ താങ്കൾ എങ്ങനെയാണ് വീരോചിതമായ യാത്രയയക്കൽ ചടങ്ങും ഒപ്പം MiG-21 പ്രാധാന്യവും ഭാരതത്തിന് നൽകിയ സംഭാവനകളെയും ഓർത്തെടുക്കുന്നത്? തീർച്ചയായിട്ടും അതൊരു വളരെ വികാരമായിട്ടുള്ള ഒരു നിമിഷം തന്നെയാണ് എന്നെ സംബന്ധിച്ചോളം. കാരണം ഞാനും എൻ്റെ അച്ഛനും ഒരു എയർഫോഴ്സിലായിരുന്നു. അപ്പം 1963 അച്ഛൻ 62 യുദ്ധം വന്ന ശേഷം ഫോഴ്സിൽ ജോയിൻ ചെയ്യണമെന്ന് വിചാരിച്ച് അങ്ങനെ എയർഫോഴ്സിൽ ജോയിൻ ചെയ്തതും 1963 MiG-21 നമ്മുടെ എയർഫോഴ്സിലേക്ക് വരികയും ചെയ്യുന്നത്. അപ്പം പല എയർബേസുകളിൽ ഞാൻ നിൽക്കുമ്പോഴും MiG-21 ഒക്കെ പറക്കുന്നത് നേരിട്ട് കണ്ടിട്ടുണ്ട്. ഡേ ഫ്ലൈയിങ് ആയാലും ശരി, നൈറ്റ് ഫ്ലൈയിങ് ആയാലും ശരി. അപ്പൊ ആ രീതിയിലുള്ള ഒരു പേഴ്സണൽ ആയിട്ടുള്ള വളരെ പാഷനായിട്ടുള്ള ഒരു വികാരം കൂടി എനിക്കുണ്ട്. പക്ഷെ അതല്ലാതെ ഒരു ഡിഫൻസ് അനാലിസ്റ്റ് അല്ലെങ്കിൽ ഡിഫൻസ് എന്ന രീതിയിൽ നമ്മൾ പറയുമ്പോൾ തീർച്ചയായിട്ടും MiG-21 ഇന്ത്യൻ എയർഫോഴ്സിന് വളരെ ഏകദേശം 6 ഡെക്കേഡ്സ് അല്ലെങ്കിൽ 60 വർഷത്തോളം ഇന്ത്യയുടെ എയർഫോഴ്സിന്റെ ഒരു പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് തന്നെയായിരുന്നു. അത് 71 യുദ്ധമായാലും ശരി, പിന്നീട് കാർഗിൽ യുദ്ധമായാലും ശരി, ബാലക്കോട്ട് എയർ സ്ട്രൈക്ക് ആയാലും ശരി, അങ്ങനെ നിരവധി തവണ നമ്മളെ എയർഫോഴ്സിന്റെ കരുത്ത് കാണിക്കാൻ ശേഷിയുള്ള ഒരു എയർക്രാഫ്റ്റ് ആയിരുന്നു MiG-21. MiG-21 കുറിച്ച് പലരും പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ നടത്തുമ്പോഴും അത് പറക്കാൻ ശേഷിയുള്ള പൈലറ്റ്സ് അല്ലെങ്കിൽ അതിൽ MiG-21 പൈലറ്റ്സ് നമ്മൾ സംസാരിക്കുന്നത് ഇതിനെക്കാട്ടിയും നല്ലൊരു എയർക്രാഫ്റ്റ് ഇല്ല എന്നുള്ള രീതിയിലായിരുന്നു അവരെല്ലാം സംസാരിച്ചത്. അതാണ് ഇപ്പോഴത്തെ എയർ ചീഫ് മാർഷൽ പോലും അദ്ദേഹത്തിന്റെയും ഒക്കെ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് കണ്ടിട്ടുണ്ട്. അദ്ദേഹം സ്വന്തമായിട്ട് അത് പറയുകയും ചെയ്തിരുന്നു. അപ്പം തീർച്ചയായിട്ടും MiG-21 എന്ന് പറയുന്നത് ഒരു കാലത്ത് നമ്മുടെ രാജ്യത്തിന് തന്നെ സുരക്ഷയും മറ്റു കാര്യങ്ങളൊക്കെ ഉറപ്പിക്കാൻ വേണ്ടി ഒരു വലിയൊരു പങ്ക് MiG-21 ഉണ്ടായിരുന്നു. ആ MiG-21 ഇന്ന് എന്നേക്കും ആയിട്ട് ഫേസ് ഔട്ട് ആവുന്നത്. എനിക്ക് തോന്നുന്നു ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ഫേസ് ഔട്ട് ആവുന്നുള്ള രീതിയിലേക്ക്. പക്ഷെ എന്നാലും MiG-21 എക്കാലവും ഇന്ത്യൻ എയർഫോഴ്സിന്റെ പ്രൈഡ് ആയിരിക്കും, നമ്മുടെ രാഷ്ട്രത്തിന്റെ പ്രൈഡ് ആയിരിക്കും. അതിന് എന്റെ വക ഒരു ബിഗ് സല്യൂട്ട്. അതെ, തീർച്ചയായും. ശ്രീ ഡിന്നി, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ അഭിമാനം തന്നെയാണ്. അതുമാത്രമല്ല, നമ്മുടെ ആദ്യത്തെ സൂപ്പർസോണിക് ഫൈറ്റർ ജെറ്റ് എന്നുള്ള നിലയിൽ ഭാരതത്തിൻ്റെ എയർഫോഴ്സിൻ്റെ ഭാഗമായപ്പോൾ മുതൽ നിർണായകമായ പങ്ക് വഹിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, താങ്കൾ പറഞ്ഞു തലമുറകളുടെ ബന്ധമാണ് MiG-21 അല്ലേ? ധാരാളം തലമുറ പൈലറ്റുമാർ ഒരു പക്ഷേ MiG-21 ട്രെയിനിങ് നടത്തിയതും അവരുടെയൊക്കെ ഓർമ്മകൾ വ്യോമസേനയുടെ ഭാഗമായി കഴിഞ്ഞാൽ MiG-21 ആയിരിക്കും മുന്നോട്ട് പോകുന്നതും അല്ലേ? അതെ, തീർച്ചയായിട്ടും അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പൊ MiG-21 പല തലമുറകളിലായിട്ടുള്ള പൈലറ്റ്സിനെ എനിക്ക് നേരിട്ട് പരിചയപ്പെടാനും അവരുമായിട്ട് പല കാര്യങ്ങളും നമ്മൾ ഓപ്പറേഷൻസും അല്ലാത്ത ഇടപെടാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ എൻ്റെ അച്ഛൻ പോലും 1963 എയർഫോഴ്സിലേക്ക് വരുന്ന സമയത്താണ് MiG-21 വരുന്നത്. അപ്പം നമ്മുടെ രാജ്യത്തിന്റെ നമ്മളിപ്പം ഇത്രയും വർഷമായി നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടി. അപ്പൊ അതിന്റെ ഒരു 60 വർഷത്തോളം നമ്മുടെ ഈ അതിർത്തികളും നമ്മുടെ എയർ സ്പേസും ഒക്കെ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള വലിയൊരു സർവീസാണ് MiG-21 ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് വെറും ഒരു എക്യുപ്മെന്റ് ആയിട്ട് മാത്രം അല്ലെങ്കിൽ വെറും ഒരു വെപ്പൺ പ്ലാറ്റ്ഫോം ആയിട്ട് മാത്രമല്ല നമ്മളതിനെ കാണുന്നത്. അതിന്റെ ഒരു സർവീസ് എന്ന് പറയുമ്പം തീർച്ചയായിട്ടും വലിയൊരു കാര്യം തന്നെയാണ്. പല തലമുറകളായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് 1971 യുദ്ധത്തിന്റെ കാലം നമുക്കറിയാം. ബംഗ്ലാദേശിലെ ഢാക്ക, അന്നത്തെ ഈസ്റ്റ് പാകിസ്ഥാനിലെ ഢാക്കയിൽ ബോംബിങ്ങിനൊക്കെ പാർട്ടായിട്ടുള്ള MiG-21 അപ്പം തീർച്ചയായിട്ടും വലിയൊരു റോൾ MiG-21 എക്കാലത്തും ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഓപ്പറേഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഓരോരുത്തരും ഏതൊരു വെറ്ററൻ ആയാലും ശരി, സർവിംഗ് ഓഫീസേഴ്സ് ആയാലും ശരി, അവർ MiG-21 കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ. ഇത്രയും പ്രതിസന്ധികൾ ഉണ്ടായിട്ട് പോലും MiG-21 ഫ്ലൈ ചെയ്തിരുന്ന മുൻകാല പൈലറ്റ്സിനും ഇപ്പോഴത്തെ പൈലറ്റ്സിനും അവർക്കും എൻ്റെ വക ഒരു സല്യൂട്ട് ഉണ്ട്. കാരണം അവരും അത്രമാത്രം പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളാണ്, അത്രമാത്രം രാജ്യത്തിനെ സ്നേഹിക്കുന്ന ആളുകളാണ്. ആ രീതിയിലുള്ള ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കണം. അതെ, തീർച്ചയായും. വളരെ നന്ദി കേണൽ എസ് ഡിന്നി പ്രതികരിച്ചതിന്.